നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവ് ഇന്റർലോക്ക് വ്യവസായത്തെ ബാധിക്കുന്നതായി സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കേരള സിറാമിക് ഭാരവാഹികൾ കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം അറിയിച്ചത്. ക്രഷർ വിലവർദ്ധനവിൽ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും എന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവ് ഇന്റർലോക്ക് ഹോളോ ബ്രിക്സ് വ്യവസായത്തെ അതിരൂക്ഷമായി ബാധിച്ചിരിക്കുകയാണെന്ന് സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കേരള സെറാമിക് ഭാരവാഹികൾ അറിയിച്ചു. ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലവർദ്ധനവിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് പലതവണയായി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ ക്വാറിയിലും ക്രഷറിലും വില ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ എല്ലാ വ്യവസായത്തിലും പല കമ്പനികളും ഇപ്പോഴും പൂട്ടി കഴിഞ്ഞു. ചില കമ്പനികൾ ആ ക്ലോസറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിനെതിരെ ശക്തമായൊരു നിലപാട്, അതായത് ഇതിനെ നമുക്കൊരു ഇതായിട്ടുള്ളത് കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു സമരത്തിലേക്ക് കടക്കുന്നുള്ളത് ബോധിപ്പിക്കാൻ കൂടിയാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തുള്ളത്. ജില്ലാ കളക്ടർ നിശ്ചയിച്ച വിലയിലും കൂടുതലാണ് ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നത്. ഇത് കാരണം ജില്ലയിൽ പല വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ക്രഷർ വില വർധനവ് ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദൈനംദിനം എന്നോണം നമ്മുടെ ക്രഷർ മെറ്റീരിയൽസിന്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് വർദ്ധിക്കുക എന്ന് മാത്രമല്ല, ഓരോ ക്വാറികളും അല്ലെങ്കിൽ ക്രഷറുകളും അവർക്ക് ഇച്ഛാനുസരണം അവർ വർദ്ധിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേ ഒരു സംഗതിയുമായിട്ട് നമ്മൾ ഇതിന് മുമ്പേ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കലക്ടറുമായിട്ട് നമ്മൾ ചർച്ച നടത്തി. കലക്ടർ ഓൾറെഡി ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ റേറ്റിൽ നിന്ന് ഇവർ പലരും താഴോട്ടും മുമ്പോട്ടൊക്കെ പോയിട്ടുമുണ്ട്. ഇപ്പം നിലവിൽ കഴിഞ്ഞ കലക്ടർ നിശ്ചയിച്ച റേറ്റിനേക്കാളും കൂടുതൽ ആയിട്ടാണ് പല ഭാഗത്തും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യവസായികൾ അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ചന്ദ്, ജില്ലാ സെക്രട്ടറി നജീബ് ചാല, ജില്ലാ ട്രഷറർ രാജൻ കാനം തുടങ്ങിയവരും പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.